ഹായ് ഓൾ, നമ്മളിന്ന് +1 ഫിസിക്സിലെ വർക്ക് പവർ എനർജി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോകും. റെഡിയല്ലേ? അപ്പോൾ ഡബിൾ സ്ട്രോങ് ആയിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വാചകടിക്കാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ദാ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് സ്ക്രീനിലേക്ക് വരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് വായിച്ചു നോക്കുക. ഡോട്ട് പ്രോഡക്റ്റ് ആൻഡ് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് പി വെക്ടർ പി ആൻഡ് ക്യൂ ആർ 0. രണ്ടിൻ്റെ ആൻസറും 0 ആണ്. അങ്ങനെയാണെങ്കിൽ വെക്ടർ പി ആൻഡ് ക്യൂ മസ്റ്റ് ബി നൾ വെക്ടർ. വെക്ടർ പിയും വെക്ടർ ക്യൂവും എന്താണ്? 0 വെക്ടർ ആയിരിക്കണം, നൾ വെക്ടർ ആയിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ തന്നെ നോക്കുക, വെക്ടർ പിയുടെയും വെക്ടർ ക്യൂവിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റും ഇനി വെക്ടർ പിയുടെയും വെക്ടർ ക്യൂവിൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് ഈക്വലാണ്, രണ്ടും നൾ വെക്ടറാണ്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ പിയും ക്യൂവും ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും 0 വെക്ടർ ആയിരിക്കണം, നൾ വെക്ടർ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താ സാധനം? പി ക്യൂ കോസ് തീറ്റ എന്നാണ്. ഇതൊരു സ്കേലാറാണ് അല്ലേ? ഇനി അടുത്തത് റൈറ്റ് സൈഡ് എന്താണെന്ന് നോക്കൂ. പി ക്രോസ് ക്യൂ എന്ന് പറഞ്ഞാൽ പി ക്യൂ സൈൻ തീറ്റ എൻ ക്യാപ്പ് എന്നാണ്. ഇതൊരു വെക്ടറാണ്. ഓക്കെ, ഇത് രണ്ടും എന്തായാലും ഈക്വൽ വരത്തില്ല, ഈക്വൽ ആവത്തില്ല. അപ്പോൾ ഈക്വൽ ആകണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. ഇതിൽ പി അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇതിൽ രണ്ടും നൾ വെക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നൾ വെക്ടർ ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് അസർഷൻ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പിയോ ക്യൂയോ 0 ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൻ്റെ ആൻസർ 0 വരും, റൈറ്റ് സൈഡിൻ്റെ ആൻസർ 0 വരും. അപ്പോൾ അസർഷൻ കറക്റ്റാണ്. ഇനി അടുത്ത റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നൾ വെക്ടർ ഈസ് എ വെക്ടർ ഹാവിങ് 0 മാഗ്നിറ്റ്യൂഡ് എന്നാണ്. അതെനിക്കറിയാം. അപ്പോൾ അസർഷൻ കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. പക്ഷേ റീസൺ അസർഷനുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇതിനകത്ത് ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ എന്നാണ്. അപ്പോൾ ബി ആണ് ഇതിൻ്റെ ആൻസർ. പൊളിയല്ലേ? ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. എന്താണ്? കൺസിഡർ വെക്ടേഴ്സ് എ ഈക്വൽ ടു സംതിങ് തന്നിട്ടുണ്ട്, ബി ഈക്വൽ ടു സംതിങ്, സി ഈക്വൽ ടു സംതിങ്. എ വെക്ടർ എക്സ് ഓഫ് ദ ഫോം ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈസ് പെർപെൻഡിക്കുലർ ടു സി. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ എത്ര എന്നാണ്? നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറയുന്ന വെക്ടർ എങ്ങനെ ഇരിക്കും? എക്സ് എന്ന് പറയുന്നത് ആൽഫ ടൈംസ് എ. അപ്പോൾ എ ആൽഫ കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്ത് വരും? ആൽഫ ഐ പ്ലസ് ആൽഫ ജെ പ്ലസ് -2 ഇൻറ്റു ആൽഫ കെ എന്ന് വരും അല്ലേ? ഇനി പ്ലസ് ബീറ്റ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബീറ്റ ടൈംസ് ബി, അപ്പോൾ ബീറ്റ ഐ മൈനസ് ബീറ്റ ജെ പ്ലസ് ബീറ്റ കെ. മനസ്സിലായല്ലോ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആൽഫ ടൈംസ് എ പ്ലസ് ബീറ്റ ടൈംസ് ബി എന്ന് അത്രയും മനസ്സിലായി. ഇനി ഒന്നും കൂടെ റെഡിയാക്കാം. എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഐ കോമൺ എടുക്കാം, എന്നിട്ട് ആൽഫ പ്ലസ് ബീറ്റ എന്നെഴുതാം, പ്ലസ് ഇനി ജെ കോമൺ എടുക്കാം, ബാക്കി ആൽഫ മൈനസ് ബീറ്റ എന്ന് വരും. ഇനി പ്ലസ് കെ നമുക്ക് കോമൺ എടുക്കാം, ബാക്കി നമ്മൾ നോക്കിയ -2 ആൽഫ പ്ലസ് ബീറ്റ എന്നാണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ എക്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു സിക്കാണ്. അപ്പോൾ എക്സ് പെർപെൻഡിക്കുലർ ടു സി ആണെങ്കിൽ എക്സ് ഡോട്ട് സി എടുത്താൽ എത്ര വരും? എക്സ് സി കോസ് 90. കോസ് 90 എത്ര? 0. സൈൻ 90 1, കോസ് 90 0. ഇതിൻ്റെ ആൻസർ 0 വരും. അപ്പോൾ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. എക്സിൻ്റെ ആൻസർ എഴുതണം, ഡോട്ട് സിയുടെ ആൻസർ എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ ഐ പ്ലസ് ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു ജെ മൈനസ് പ്ലസ് ബീറ്റ -2 ആൽഫ കെ. കണ്ടോ? ഇത് ഡോട്ട്. ഇനി അടുത്ത സാധനം പറയണം. അപ്പോൾ ഈ സാധനം ഡോട്ട്. ഇനി എന്താ? സിയുടെ വാല്യൂ പറയൂ. എന്താണ് സിയുടെ വാല്യൂ? സി എന്ന് പറയുന്നത് 2i മൈനസ് 3j പ്ലസ് 4k എന്നാണ്. ഓക്കെ, ഇനി ഇത് ഈക്വൽ ടു 0. ഇനി നമുക്ക് റെഡിയാക്കാം. എ ഡോട്ട് ബി കാണാൻ അറിഞ്ഞൂടെ? ഐ എഴുതിയിട്ട് ഐ എഴുതിയിട്ട് ഐയുടെ കൂടെയുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക.
ഓക്കെ. അടുത്ത ജെയുടെ കൂടെയുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക. അടുത്ത കെയുടെ കൂടെയുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക. ഐ എഴുതണ്ട. ഐയുടെ കൂടെയുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക, പ്ലസ് ജെയുടെ കൂടെയുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക, കെയുടെ കൂടെയുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്യാം. ഇവിടെ ഐയുടെ കൂടെയുള്ള നമ്പർ ഇതാണ്, ഇവിടെ ഐയുടെ കൂടെയുള്ള നമ്പർ ഇതാണ്. അപ്പോൾ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. കണ്ടോ? പ്ലസ് അടുത്ത് ഇനി ജെയുടെ കൂടെ ഉള്ളത് ഇൻറ്റു ചെയ്യുക. -3 ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ. ഓക്കെ. അപ്പോൾ ഇതും ഇൻറ്റു ചെയ്തു. ഇനി അടുത്ത കെയുടെ കൂടെ ഉള്ള നമ്പർ ഇൻറ്റു ചെയ്യുക. 4ഉം ഇവിടെ ഉള്ള ഇതും കൂടെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ +4 ഇൻറ്റു ബീറ്റ -2 ആൽഫ എന്നാണ്. ഓക്കെ, ഇൻറ്റു ചെയ്തു. ഇതാണ് ആൻസർ. ഇനി നമുക്ക് റെഡിയാക്കാം. 2 ആൽഫ +2 ബീറ്റ -3 ആൽഫ +3 ബീറ്റ +4 ബീറ്റ -8 ആൽഫ ഈക്വൽ ടു 0. ഇനി ഒന്ന് ആൽഫയും എല്ലാം റെഡിയാക്കാം. ഇവിടെ 2 ആൽഫയുണ്ട്, ഇവിടെ ഇത് രണ്ടും കൂടെ -11, അപ്പോൾ -11, അപ്പം -9 ആൽഫ. ഇനി അടുത്ത ബീറ്റയുടെ നോക്കാം. 2 ബീറ്റയുണ്ട്, 3 ബീറ്റയുണ്ട്, 5 9 പ്ലസ് 9 ബീറ്റ. അപ്പം 9 ബീറ്റ കണ്ടോ ഈക്വൽ ടു 0. ഇനി നമുക്ക് റെഡിയാക്കാം. 9 ബീറ്റ ഈക്വൽ ടു 9 ആൽഫ. കണ്ടോ? ഇനി നമ്മളിത് യോജിച്ചിരിക്കുന്ന ആൽഫ ബൈ ബീറ്റ എത്രയെന്ന്. അപ്പോൾ അപ്പുറം 9 വെട്ടി. കണ്ടോ? ആൽഫയും ബീറ്റ ഈക്വൽ. അപ്പോൾ ആൽഫ ബൈ ബീറ്റ എത്രയെന്നാണ്? 1 എന്നാണ്. എന്ന് പറഞ്ഞാൽ 1:1 എന്നാണ്. അപ്പോൾ ആൻസർ 1:1 എന്നാണ്. ഓപ്ഷൻ എ ആണ്. എളുപ്പമല്ലേടാ മക്കളെ? നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര ടെൻഷൻ പിടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, 2 bodies of masses 1 kilogram, 2 kilogram moving with the same velocity are stopped by same force. 2 ബോഡീസ് ഉണ്ട്, അതിൻ്റെ രണ്ടിൻ്റെ മാസുകളുണ്ട്. ഇനി രണ്ടിൽ സെയിം ഫോഴ്സ് ആണ് കൊടുത്തത്. റേഷ്യോ ഓഫ് ദെയർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് എത്ര എന്നാണ്, ഇതിൻ്റെ റേഷ്യോ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ v² - u² ഈസ് ഈക്വൽ ടു 2as എന്നാണ്. ബോഡി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി v എത്ര വരും? 0 വരും. ശരിയല്ലേ? രണ്ടിൻ്റെ അപ്പോൾ ഇത് 0² - u² ഈസ് ഈക്വൽ ടു 2 എഴുതി. a എന്ന് പറഞ്ഞാൽ f/m എന്നാണ്, ഇൻറ്റു s എന്നാണ്. അപ്പോൾ രണ്ട് ബോഡിയുടെ കേസിലും എഫ് സെയിം ആണ്, യുവും സെയിം ആണ് എന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. ഒരേ സെയിം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, ഫോഴ്സ് സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് എഴുതി കഴിഞ്ഞാൽ -u² ഈസ് ഈക്വൽ ടു 2fs/m എന്ന് എഴുതാം. ഇതിൽ കോൺസ്റ്റൻറ്റുകളെയൊക്കെ ഞാൻ റൗണ്ട് ചെയ്ത് മാറ്റാം. രണ്ട് കേസിലും സെയിം ആയിട്ടുള്ളത്, ഇത് രണ്ട് സെയിം ആണല്ലോ, 2 കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമുക്ക് ഇവനെ ഇങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ m പ്രപ്പോർഷണൽ ടു s എന്ന് വരും. m പ്രപ്പോർഷണൽ ടു s അല്ലെങ്കിൽ s പ്രപ്പോർഷണൽ ടു m എന്ന് ഞാൻ എഴുതാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു മാസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് s1 എന്ന് വിളിക്കാം, അത് പ്രപ്പോർഷണൽ ടു മാസ് എത്രയാണ്? 1. ഇനി രണ്ടാമത്തെ കേസിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് s2 ആണ്, പ്രപ്പോർഷണൽ ടു മാസ് എത്ര? 2. ഓക്കെ, അപ്പോൾ s1 / s2 എത്രയെന്നാണ് ചോദ്യം. നിങ്ങൾ തന്നെ പറയൂ, 1/2. അപ്പോൾ 1:2. അപ്പോൾ അതിൻ്റെ ആൻസർ എ ആണ്. നല്ല ക്വസ്റ്റ്യൻ അല്ലടാ, അടിപൊളി ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? എ പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം പോയിന്റ് -2i + 5j ടു അടുത്ത ഒരു പോയിന്റ് അല്ലേ. ഫോഴ്സ് സംതിങ് ഈസ് അപ്ലൈഡ് എന്നാണ്. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ എന്നാണ്. നല്ല ക്വസ്റ്റ്യൻ. ഇനീഷ്യൽ പൊസിഷൻ അറിയാം, ഫൈനൽ പൊസിഷൻ അറിയാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് അറിയാൻ എന്താ വഴി? ഫൈനൽ പൊസിഷനിൽ നിന്ന് ഇനീഷ്യൽ പൊസിഷൻ അങ്ങോട്ട് മൈനസ് ചെയ്യണം. അപ്പോൾ 4j + 3k അതിൽ നിന്ന് മൈനസ് ചെയ്യണം. -2i + 5j. ഓക്കെ, ഇനി നമുക്ക് ഇല്ലാത്തതെല്ലാം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറഞ്ഞോളൂ. ഐ ഇല്ലല്ലോ ആദ്യത്തെ. അപ്പോൾ 0i + 4j + 3k എന്നെഴുതി, മൈനസ് അടുത്തതിൽ -2i + 5j + 0k എന്നെഴുതി. ക്യാപിറ്റോളിനല്ല അതിലും കേട്ടോ. ഇനി നമുക്ക് റെഡിയാക്കാം. നിങ്ങൾ തന്നെ മൈനസ് ചെയ്താൽ മതി. 0i - -2i അപ്പോൾ +2i
ഇനി അടുത്ത പ്ലസ് 4J മൈനസ് 5J, അടുത്ത പ്ലസ് 3K മൈനസ് 0K. ഇനി റെഡിയാക്കുക. ഇപ്പം 2i മൈനസ് J പ്ലസ് 3K എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇത് എസിൻ്റെ ആൻസറാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഫോഴ്സിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. എന്താണ് എഫ്? എഫിൻ്റെ ആൻസർ തന്നിട്ടുണ്ട് 4i പ്ലസ് 3J എന്നാണ്. കെയുടെ ടേം ഇല്ല, അപ്പോൾ അതിന് 0K എന്ന് ഞാൻ എഴുതി. ഇനി എന്താണ് വർക്ക്? ഇത് ചോദിക്കുന്ന മോഡലാണ് കേട്ടോ. വർക്ക് എങ്ങനെ കാണും? വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടിൻ്റെ വാല്യൂ എഴുതാം. 4i പ്ലസ് 3J പ്ലസ് 0K ഡോട്ട് എസിൻ്റെ വാല്യൂ എഴുതുക 2i മൈനസ് J പ്ലസ് 3K എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് റെഡിയാക്കാം. ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഐയുടെ കൂടെ ഉള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക, പ്ലസ് ജെയുടെ കൂടെ ഉള്ള ഇൻറ്റു ചെയ്യുക, പ്ലസ് കെയുടെ കൂടെ ഉള്ള ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ 4 × 2 8 പ്ലസ് 3 × -1 -3, 0 × 3 0. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 5 എന്നാണ്. 5 വർക്കിൻ്റെ യൂണിറ്റ് ഏതാ? ജൂൾ. അപ്പോൾ 5 ജൂൾ എന്നാണ് ഇതിൻ്റെ ആൻസർ. അടിപൊളിയല്ലേ? അപ്പോൾ 4 ക്വസ്റ്റ്യൻ സിമ്പിൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പ്രയാസപ്പെട്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? ഇഫ് ദ ലീനിയർ മൊമെൻറ്റം ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%. 50% എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പകുതി. ഓക്കെ, അപ്പോൾ ലീനിയർ മൊമെൻറ്റം 50% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എത്ര കൂടും? ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി മൊമെൻറ്റം പി ആണ് കേട്ടോ, കൈനറ്റിക് എനർജി കെ ആണ്. ഓക്കെ, ഇത്രയും അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ന്യൂ മൊമെൻറ്റം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ന്യൂ മൊമെൻറ്റത്തെ നമുക്ക് പി ഡാഷ് എന്ന് വിളിക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പഴയ മൊമെൻറ്റത്തിൻ്റെ കൂടെ അതിൻ്റെ 50% ആഡായി. പി ആണ് ഉള്ളത്, അതിൻ്റെ 50%, അതായത് അതിൻ്റെ പകുതി കൂടെ ആഡായി. അപ്പോൾ p/2 കൂടെ ആഡായി. അപ്പോൾ എത്ര വരും? 1 പിയും അര പിയും കൂടെ 1.5 പി, 3/2 പി. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ മൊമെൻറ്റം. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എത്ര കൂടുമെന്നാണ്. ഫസ്റ്റ് കേസിൽ കൈനറ്റിക് എനർജി എങ്ങനെ കാണുന്നത്? ഇനിഷ്യലി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ p²/2m എന്നാണ്. ഓക്കെ, ഇപ്പോഴത്തെ കേസിലെ കൈനറ്റിക് എനർജി എത്രയാണ്? ന്യൂ കൈനറ്റിക് എനർജി നമുക്ക് കെ ഡാഷ് എന്ന് വിളിക്കാം. പിയുടെ സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ 9/4 p² ഡിവൈഡഡ് ബൈ 2m എന്നാണ്. ഓക്കെ, 2m. മാസിന് മാറ്റമില്ല കേട്ടോ. അപ്പോൾ p²/2m. അപ്പോൾ ആൻസർ പ്രയാസപ്പെടാനൊന്നുമില്ല, നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. p²/2m എന്ന് പറയുന്നത് കെ ആണ്. അപ്പം 9/4 p²/2m എന്ന് പറയുന്നത് കെ ആണ്. ഓക്കെ, അപ്പോൾ പണ്ട് കൈനറ്റിക് എനർജി കെ ആയിരുന്നു. ഇപ്പോൾ അത് എത്രയായി? 9/4 കെ ആയി. അപ്പോൾ വാട്ട് ഈസ് എ ഇൻക്രീസ് ഓഫ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എത്ര കൂടി? പുതിയ കൈനറ്റിക് എനർജി മൈനസ് പഴയ കൈനറ്റിക് എനർജി. ഓക്കെ, ഇതാണ് ഇൻക്രീസ് ഓഫ് കൈനറ്റിക് എനർജി. ഇവിടെ ഞാനൊരു 4/4 അങ്ങോട്ട് ഇട്ടോട്ടെ. ഇനി നിങ്ങൾ തന്നെ പറയുക 5k/4. ഇനി ഇൻക്രീസ് പേഴ്സൻ്റ് അല്ലേ വേണ്ടത്? ഇൻക്രീസിൻ്റെ പേഴ്സൻ്റ് കാണാം. എന്താ വഴി? ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഇടുക, എന്നിട്ട് ഇൻറ്റു 100%. ഇതല്ലേ? ഇങ്ങനെയല്ലേ ഇൻക്രീസ് പേഴ്സൻ്റ് കാണുന്നത്. അപ്പോൾ ഇൻക്രീസ് എത്രയാണ്? 5k/4 ഡിവൈഡഡ് ബൈ ആക്ച്വൽ എത്രയാ? കെ ഇൻറ്റു 100%. ഓക്കെ, ആൻസർ കിട്ടി. 5/4 എന്നാണ്. 5/4 എത്ര വരും? നമുക്ക് ചെയ്ത് നോക്കാം. 141 പോയിൻറ്റ്. ഓക്കെ, 0 to 2825 1.25 അല്ലേ? ഇൻറ്റു 100%. അപ്പോൾ 1.25 ഇൻറ്റു 100% എന്ന് പറയുമ്പോൾ 125%. അപ്പോൾ അതായിരിക്കുന്നു. സി ആണ് അതിൻ്റെ ആൻസർ. അടിപൊളിയല്ലേടാ മക്കളെ? നല്ല ക്വസ്റ്റൻ അല്ലേ? ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ ചെയ്ത ലാസ്റ്റ് 2 ക്വസ്റ്റനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൂക്ഷിച്ച് ചെയ്തോണം. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റൻ, എ ബോഡി മൂവ്സ് ഫ്രം റെസ്റ്റ് വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ. ബോഡിയുടെ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് ക്വസ്റ്റനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്സ് റെപ്രസെൻറ്റ് ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി വിത്ത് ഡിസ്റ്റൻസ്? കൈനറ്റിക് എനർജിയും ഡിസ്റ്റൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗ്രാഫ് ഏത്? അടിപൊളിയാണ്. വർക്ക് എനർജി തിയറം നിങ്ങൾക്ക് അറിയാം. വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇനി വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ്.
ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ അല്ലേ. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്, ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എഫ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. എന്താ അങ്ങനെ വന്നേ? എഫ് എന്ന് പറഞ്ഞാൽ എം എ അല്ലേ, എം കോൺസ്റ്റൻ്റാണ്, എയും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എഫും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കിവിടെ എഫ് ഇൻറ്റു ഡി, എഫ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എഫ് ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കെ എഫിൻ്റെ വാല്യൂ കെയും ഇതിൻ്റെ വാല്യൂ 0 ആണ് നമ്മൾ എടുത്താൽ നിങ്ങൾ തന്നെ പറയുക എഫ് ഇൻറ്റു ഡിയുടെ ആൻസർ കെ എന്നാണ്. ഇനി നിങ്ങൾ തന്നെ നോക്കുക, എഫ് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം ഡി കൂടിയാൽ എന്തും കൂടണം? കെയും കൂടണം. കെ കൂടിയാൽ ഡിയും കൂടണം. ഓക്കെ, അപ്പോൾ കെയും ഡിയും ഒരേപോലെ കൂടുന്നു അല്ലെങ്കിൽ ഒരേപോലെ കുറയുന്നു. അപ്പോൾ ഡയറക്റ്റ് പ്രപ്പോർഷനാണ്. അപ്പോൾ എഫ് ആൻഡ് ഡി ആർ ഡി ആൻഡ് കെ ആർ ഇൻ ഡയറക്റ്റ് പ്രപ്പോർഷൻ. അപ്പോൾ ഇവിടെ ഡിക്ക് വരെ എക്സ് എന്നേ ഉള്ളൂ. അപ്പോൾ എക്സ് ആൻഡ് കെ ആർ ഇൻ ഡയറക്റ്റ് പ്രപ്പോർഷൻ. ഏത് ഗ്രാഫ്? സി. നല്ല ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ ഇതും സൂക്ഷിച്ചോണം, ഒരു സ്ട്രെയിറ്റ് അവർ തന്നിരിക്കുന്നതല്ല. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ കൺസിഡർ, ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റനാണ് അല്ലേ, NCERT-യിൽ ചെയ്ത ക്വസ്റ്റനാണ്. ക്വസ്റ്റൻ കാണുമ്പോഴേ അറിയാം. കൺസിഡർ എ ഡ്രോപ്പ് ഓഫ് റെയിൻ വാട്ടർ ഹാവിങ് മാസ് 1 gram falling from a height 1 kilometer. ഓക്കെ, മനസ്സിലായി. ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് വിത്ത് എ സ്പീഡ് 50 meter per second. ഇനി ടേക്ക് ജി കോൺസ്റ്റൻറ്റ് വിത്ത് 10, ജിയുടെ വാല്യൂ 10 എന്ന് എടുക്കുക. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ്, ഇത് രണ്ടും കണ്ടുപിടിക്കണം. ഹൈറ്റിലിരിക്കുന്ന വാട്ടർ ഡ്രോപ്പ് താഴോട്ട് വരികയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഹൈറ്റിലിരിക്കുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഹൈറ്റിലിരിക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്, അതായത് mgh. ഓക്കെ, എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 1 m എന്ന് പറയുന്നത് 1 gram, 10⁻⁻3. ജിയുടെ വാല്യൂ 10, എച്ചിൻ്റെ വാല്യൂ 1 kilometer എന്ന് പറഞ്ഞാൽ 1000 meter. ഇത് രണ്ടും ക്യാൻസലായി. അപ്പോൾ ആൻസർ 10 എന്നാണ്. ഇപ്പം 10 ജൂൾ എന്നാണ്. അപ്പോൾ വർക്കിൻ്റെ ആൻസർ 10 ജൂൾ എന്ന് കിട്ടി. ഇത്രയും മനസ്സിലായി. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റിയാണ്. ഇനി താഴോട്ട് ഡ്രോപ്പ് വീഴുമ്പോൾ അത് എയറിൽ കൂടെയാണ് വീഴുന്നത് അല്ലേ. എയർ വിൽ ഓഫർ സം റെസിസ്റ്റൻസ് അല്ലേ. ഇപ്പോൾ 2 വർക്കുണ്ട്. അപ്പോൾ 2 വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റിയും എന്താണ് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സും കൂടെയാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 2 വർക്കാണ്. ഈ 2 വർക്കിൻ്റെ ഫലമായിട്ട് താഴോട്ട് വീഴുന്ന ഡ്രോപ്പിന് കൈനറ്റിക് എനർജി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ വാല്യൂ ഇടാം. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റിയുടെ ആൻസർ 10 പ്ലസ് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12 mv². പ്രയാസപ്പെട്ടോ? ഇനി ബാക്കി ചെയ്യാം. അപ്പോൾ 10 പ്ലസ് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ഈക്വൽ ടു 12 എഴുതി. മാസിൻ്റെ വാല്യൂ എത്രയാണ്? 1 gram. അപ്പോൾ 10⁻⁻3. വിയുടെ വാല്യൂ എത്രയാണ്? 50 meter per second എന്നാണ്. ഇപ്പോൾ 50യുടെ സ്ക്വയർ. പേടിച്ചില്ലാരും. അപ്പോൾ 10 പ്ലസ് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇവിടെ 2500 അതിൻ്റെ അപ്പോൾ 1250 ഇൻറ്റു 10⁻⁻3 എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ 10 പ്ലസ് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1.25 ആണോ? അപ്പോൾ വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1.25 മൈനസ് 10. അപ്പോൾ വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 8.75 എന്ന് വരും. ഓക്കെ, മൈനസ്. ഓക്കെ ആണോ? അപ്പോൾ 2 കാര്യത്തിൻ്റെ ആൻസർ ഉണ്ട്. റെസിസ്റ്റീവ് ഫോഴ്സിൻ്റെ ആൻസർ ഉണ്ട്, ഗ്രാവിറ്റേഷൻ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റിയുടെ ആൻസർ ഉണ്ട്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എത്ര? ഇവിടെ ആൻസർ ഉണ്ട് 10. അപ്പോൾ ആദ്യത്തെ ആൻസർ 10. ഇനി രണ്ടാമത്തെ ആൻസർ -8.75. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വരുന്ന ആൻസർ ഏതാ? ഈ ഓപ്ഷനാണ്, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ ആൻസർ. ഒരു പ്രയാസമില്ല, അടിപൊളിയല്ലേ? പ്രയാസപ്പെട്ടോ? ഇല്ല, പ്രയാസപ്പെടാനൊന്നുമില്ല. അടുത്ത ഒരു ക്വസ്റ്റനും കൂടെ ചെയ്തിട്ട് നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഒരു ക്വസ്റ്റനും കൂടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അസർഷൻ റീസൺ ടൈപ്പാണ്. എന്താണ്? വർക്ക് ഡൺ ഇൻ മൂവിങ് എ ബോഡി ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് ഈ 0. ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ കൂടെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വർക്കിൻ്റെ ആൻസർ 0.
ഓക്കെ. ഫോർ എവരി ഫോഴ്സ് ഇൻ നേച്ചർ തെറ്റാണ്, റോങ് ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ മാത്രമേ വർക്ക് ഡൺ ഇൻ ക്ലോസ്ഡ് പാത്ത് എന്ത് വരൂ, 0 വരൂ. അപ്പോൾ അസർഷൻ റോങ് ആണ്. അപ്പോൾ ഇത് റോങ് ആണ്. ഇനി വർക്ക് ഡൺ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഓഫ് ഫോഴ്സ്, വർക്ക് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതും തെറ്റാണ്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ മാത്രമേ വർക്കിൻ്റെ ആൻസർ 0 വരും. അപ്പോൾ രണ്ടും തെറ്റാണ്. അസർഷൻ ആൻഡ് റീസൺ ആർ ഫാൾസ് എന്നാണ്. അപ്പോൾ ഡി ആണ് ഇതിൻ്റെ ആൻസർ, ഓപ്ഷൻ ഡി ആണ്. നല്ല സുഖമായില്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനെല്ലാം നല്ല സൂപ്പർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.